മതങ്ങളും ആരാധനാ സമ്പ്രദായത്തിലെ വൈവിധ്യങ്ങളും. ഭാഗം 1. ജ്ഞാനികളായ ഋഷിമാരും സനാതന ഗുരുക്കന്മാരും ഏറെ ജനിച്ച മണ്ണാണ് ഇന്ത്യയുടേതെങ്കിലും എല്ലാറ്റിനെയും ജനിപ്പിക്കുന്ന സങ്കല്പശേഷിയായി ഭൂരിപക്ഷമായ ഇന്ത്യൻ ജനത അനേകം കാലങ്ങളിലൂടെ പുലർത്തുന്ന വിശ്വാസവും ആരാധനാ സമ്പ്രദായവും ആർഷ സനാതന സംസ്കാരങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തവും താത്വിക അവലോകനത്തിലൂടെ കാണുമ്പോൾ മിക്കവാറും ശേഷി കുറഞ്ഞതുമായ ദേവ സമ്പ്രദായത്തിൻ്റേത് തന്നെയാണ്. ഐശ്വര്യത്തിനും നന്മയ്ക്കും രക്ഷയ്ക്കുമായി ദേവനും ദേവിയും എന്നുള്ള സങ്കല്പത്തിൽ എന്തിനെ പിടിച്ചുവെച്ച് എല്ലാറ്റിനും കാരണമായ ശക്തിവിശേഷം എന്ന സങ്കല്പത്തിൽ ആരാധിച്ച് പോരുന്നുവെന്നത് ആരാധിക്കുന്നവർക്ക് തന്നെ നിശ്ചയമില്ലാത്ത കാര്യവുമാണ്. ആരാധിക്കപ്പെടുന്ന ജീവൻ എന്താകുന്നുവോ അത് ഉൾക്കൊള്ളുന്ന ഗുണവും ശക്തിയുമല്ലാതെ ആരാധിക്കുന്ന ജീവന് ലഭിക്കുന്നതിന് സാധ്യമാകുന്നേയില്ല. ദേവനെയും ദേവിയെയും ദൈവം എന്ന എല്ലാറ്റിനും കാരണമായതും എല്ലാമായതുമായ അവസ്ഥയായി കരുതി ആരാധിക്കുന്ന മിക്കവാറും ഇന്ത്യൻ സമൂഹങ്ങൾക്കും ഗുരുപദവിയുടെ മഹത്വവും ദേവന്റെ അവസ്ഥയും തമ്മിൽ തിരിച്ചറിയാനാവാത്ത ഒരു ഗതികേടായി ഗുരുവിനെയും ദേവനായി തന്നെ പരിഗണിക്കുന്നതിന് ഇടവരുന്നു. ആർഷ സനാതന ജ്ഞാനത്തിന്റെ ഉടമകളായ ഋഷിമാരെയും ആത്മീയ ഗുരുക്കന്മാരെയും ദേവസങ്കല്പത്തിലൂടെ ആരാധിക്കുന്നതിലൂടെ ഋഷിയും ഗുരുവും എന്ന അവസ്ഥ പ്രാപിച്ചു നിൽക്കുന്ന ജീവനുകളിൽ സംഭരിതമായിരിക്കുന്ന സദ്ഗുണങ്ങളെയും ഉന്നത ശേഷിയെയും നേടുന്നതിന് കഴിയാതെ വരുന്ന സ്ഥിതിയുണ്ടാവുന്നു. ബുദ്ധനെയും ക്രിസ്തുവിനെയും നബിയെയും നാരായണ ഗുരുവിനെയും നാനാക്കിനെയും പോലെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ നിരവധി ധന്യാത്മാക്കൾ ലോകത്ത് വന്ന് പ്രവർത്തിച്ച് പോയിട്ടുണ്ടെങ്കിലും ഈ കാലത്ത് ജനിക്കുന്ന ജീവനുകൾക്ക് ഗുണകരമല്ലാത്ത ദേവസങ്കല്പത്തിന്റെ സ്ഥാനത്ത് ഈ ധന്യാത്മാക്കളെ കാരണവിശേഷം എന്ന നിലയിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ച് അനുഭവ ഗുണമാർജിക്കാൻ ശേഷിയില്ലാത്ത പരമ്പരകളായി ഇന്ത്യൻ സമൂഹം തുടരുകയും ചെയ്യുന്നു. ദേവന്മാരുടെ യോഗ്യതയായി എടുത്തു പറയുന്ന വിശേഷങ്ങളിൽ പ്രധാനം ദേവന്മാർ തന്ത്രശാലികളും ആഡംബര പ്രിയരും രാസകേളിയാടുന്നവരും സുഖലോലുപരും ശത്രുസംഹാരകരും മായാവിദ്യകൾ കാണിക്കുന്നതിന് പ്രാപ്തിയുള്ളവരും ഗഗനചാരികളും അത്ഭുത വിജയം പ്രാപിക്കുന്നവരും ഒക്കെയാണ്. സമ്പത്തും ഐശ്വര്യവും ബുദ്ധിയും ആരോഗ്യവും നിത്യ യൗവനവും എല്ലാം ഉള്ളവരെന്ന് കരുതപ്പെടുന്ന ഈ ആരാധനാ സങ്കല്പങ്ങളാകട്ടെ ചിലപ്പോഴൊക്കെ മനുഷ്യരൂപികളും ചിലപ്പോഴൊക്കെ ജന്തുരൂപം ഉള്ളവരും മറ്റ് പലതുമായും ഇരിക്കുന്നു. ദേവന്മാരെ കൂടാതെ ദേവവാഹനങ്ങളും സന്തത സഹചാരികൾ എന്ന് പറയപ്പെടുന്ന ജന്തുക്കളും ആരാധന അർഹിക്കുന്ന ശേഷികളായി തന്നെ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നു. ജന്തുവിൻ്റേതായ ഒരു പ്രവർത്തനശേഷിയെ കാരണമായ ശക്തിവിശേഷം എന്ന നിലയിൽ ദൈവസങ്കല്പം കൊടുത്ത് ആരാധിക്കുന്നുവെങ്കിൽ ജന്തുവെന്ന ജീവഗുണം സങ്കല്പം നിമിത്തമായി ആരാധിക്കുന്ന ജീവനിലേക്ക് വന്നുപെടുകയും മനുഷ്യാവസ്ഥയുടെ കർമ്മശേഷികളും സദ്ഗുണങ്ങളും ആരാധന നിമിത്തമായി സാവധാനം നഷ്ടപ്പെട്ട് ജീവൻ ജന്തുവിൻ്റേതായി ജീവിച്ചു പോകേണ്ടതായി വരികയും ചെയ്യുന്നു. ജീവൻ ഇവിധം സങ്കല്പങ്ങളും പ്രവൃത്തികളും നിമിത്തം ഒരു മൃഗത്തിൻ്റേതിന് സമാനമായി വരുന്നതുകൊണ്ട് ജഡം വേർപെടുന്ന മനുഷ്യജീവൻ അടുത്ത ജന്മത്തിൽ മൃഗമായി തീരാനുള്ള സാധ്യത ഉണ്ടായി വരികയും ചെയ്യുന്നു. മനുഷ്യനായി ജീവിച്ചിരിക്കുമ്പോഴത്തെ അവസ്ഥയിലാകട്ടെ അറിവില്ലാത്തവരായും മൃഗങ്ങളെപ്പോലെ താഴ്ന്ന നിലവാരത്തിൽ കഷ്ടപ്പെടുന്നതിനും ജീവിക്കുന്നതിനും മൃഗാരാധനക്കാർക്ക് സ്വാഭാവികതയോടെ തന്നെ ഇടവരികയും ചെയ്യുന്നു. ആരാധന എന്നത് ജീവപ്രവർത്തനങ്ങളുടെ കാരണോർജ്ജമായ സങ്കല്പശേഷിയെയും മനഃശക്തിയെയും മറ്റൊരു ജീവശേഷിയിൽ നിന്ന് സ്വജീവനിലേക്ക് സങ്കല്പവും സങ്കല്പത്തിൽ അധിഷ്ഠിതമായ പ്രവൃത്തികളും കൊണ്ട് സന്നിവേശിപ്പിക്കുക എന്ന പ്രക്രിയ ആവുന്നു. നിലവാരം കുറഞ്ഞതും ഗുണകരമല്ലാത്തതുമായ ജീവശേഷികളെ സമൂഹമൊന്നാകെ കാരണോർജം എന്ന സങ്കല്പത്തിൽ ആരാധിക്കുന്നത് നിമിത്തമായി മനുഷ്യന്റെ സംസ്കാരവും പ്രവർത്തനശേഷിയും നശിച്ച് സാവധാനം രാജ്യം പോലും അധപ്പതിച്ചതായി തീരുകയും ചെയ്യുന്നു.
ആദ്യം പ്രവൃത്തിയും പിന്നെ ഫലവും എന്നുള്ള പ്രാപഞ്ചികമായ തത്വം അനുസരിച്ച് ജീവനിലും ജീവിതത്തിലും വ്യക്തമാവുന്ന ശേഷിയും ഐശ്വര്യവും അറിവിന്റെ ഏറ്റക്കുറച്ചിലുകളും ബുദ്ധി വൈഭവവും സൗന്ദര്യവും എല്ലാം മുമ്പേ ചെയ്തിരിക്കുന്ന ആരാധനയും സങ്കല്പത്തിന് ഒത്ത പ്രവൃത്തിയും എന്നതിലൂടെ ജീവന് ലഭ്യമാവുന്ന ഗുണവിശേഷങ്ങളാണ്. കാലം ഏറെ കടന്നുപോയതിനു ശേഷമായിരിക്കാം ആരാധനയുടെ ഫലം ജീവിതത്തിന്റെ അനുഭവമായി വ്യക്തമായി വരുന്നത്. ആദ്യം പ്രവൃത്തിയും പിന്നെ ഫലവും എന്ന വിധത്തിൽ ജീവന്റെ അനുഭവങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് ഒരു മനുഷ്യന്റെയോ സമൂഹത്തിന്റെയോ ജീവിതഗതി എന്തുകൊണ്ട് മേന്മയുള്ളതോ അധപ്പതിച്ചതോ ആകുന്നുവെന്നത് തിരിച്ചറിയാൻ ആവാതെ പോകുന്നു എന്നു മാത്രം. ചിലതിൻ്റെ വിനിയോഗം താൽക്കാലികമായ നേട്ടങ്ങളെ കൊടുക്കുന്നതും പിന്നീട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് എന്നതുപോലെ ആരാധന എന്ന കാരണോർജത്തെ ജീവനിൽ സന്നിവേശിപ്പിക്കുന്ന സങ്കല്പ വിനിയോഗം കൊണ്ട് അത് ചീത്തയായ ശക്തികളെ ആയിരുന്നാൽ പോലും ജീവിതത്തിൽ താൽക്കാലികമായ ചില നേട്ടങ്ങൾ ഉണ്ടായി എന്ന് വരാവുന്നതുമാണ്. എത്ര തന്നെ ദൂരക്കാഴ്ചയും നിശ്ചയദാർഢ്യവുമുള്ള ഭരണാധികാരിക്ക് പോലും ആരാധനാ സങ്കല്പങ്ങൾ കൊണ്ട് പിന്നോക്കം പോയ ഒരു സമൂഹത്തെ അനുഭവഗുണം ഉള്ളവരാക്കി മാറ്റുന്നതിന് സാധ്യമാവുന്നതല്ല. താത്വികമായ ഔന്നത്യം പ്രാപ്യമല്ലാതിരിക്കുന്ന സമൂഹങ്ങളിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന പദ്ധതികളുടെ ഫലം സ്വാഭാവികമായും മുമ്പിൽ നിൽക്കുന്ന ദുർമാർഗികളായ ശേഷി കൂടിയ ജീവനുകളിൽ എത്തിപ്പെടുകയും നശിച്ച ജീവഗുണമുള്ള സമൂഹത്തിന് കാര്യമായ ലഭ്യതയൊന്നും ഉണ്ടാവാത്തതായി അധപ്പതിച്ചവരായി തന്നെ തുടരുന്നതിന് ഇടവരികയും ചെയ്യുന്നു. പോയകാല ഇന്ത്യയുടെ അനുഭവം തന്നെ ഇതിന് ശക്തമായ ഉദാഹരണമായി കാണാനും കഴിയുന്നു. അറിവില്ലായ്മയും അതിനൊത്ത പ്രവർത്തനങ്ങളും ഗതികേടുകളുമായി ഏറെ തലമുറകളിലൂടെ ജീവിച്ചു വന്ന ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ന് അല്പമെങ്കിലും ഗുണങ്ങൾ അനുഭവിക്കുന്നവരോ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരോ ആയി വരുന്നുവെങ്കിൽ അത് തീർച്ചയായും ഉന്നത വിചാരമുള്ളവരാൽ സൃഷ്ടിക്കപ്പെടുന്ന പദ്ധതികളോട് അറിഞ്ഞോ അറിയാതെയോ പുലർത്തുന്ന ആഭിമുഖ്യം എന്നതിലൂടെ സംഭവിക്കുന്നതുമാകുന്നു. വിശേഷതകൾ ഉള്ളതും ഗുണകരവുമായ പദ്ധതികളുടെ കാരണവും പദ്ധതി തന്നെയും സൂക്ഷിച്ച് നിരീക്ഷിക്കുന്ന പക്ഷം മനസ്സിലാക്കാനാവുക ഉന്നത നിലവാരമുള്ള ഗുരുക്കന്മാരെ പിൻപറ്റിയുള്ള ആരാധനാക്രമത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും സൃഷ്ടി അല്ലാതെ മറ്റെന്തെങ്കിലും ആകുന്നില്ല എന്നാണ്. ആരാധന എന്നത് ഇന്നറിയപ്പെടുന്ന ഏതെങ്കിലും മൂർത്തികളെയോ അവരുടെ വിശേഷങ്ങളെയോ സങ്കല്പിച്ച് പൂജിച്ച് വണങ്ങുക എന്നത് മാത്രമാകുന്നില്ല. മനസ്സുകൊണ്ട് മറ്റു മനസ്സുകളിലേക്കും അതുവഴി ജീവനുകളിലേക്കും സന്നിവേശിപ്പിക്കാൻ സാധ്യമായ ഏതുവിധ സങ്കല്പങ്ങളും ആഗ്രഹങ്ങളുമായി എന്തിലും വയ്ക്കുന്ന ലക്ഷ്യനൈരന്തര്യം എല്ലാം തന്നെ ആരാധനാ സ്വഭാവങ്ങളാണ്. ഇവിധം കലയും സാഹിത്യവും പരിഷ്കാരവുമായി മനസ്സുകളിലേക്ക് നിറച്ചുവിടുന്ന എന്തും ആസ്വദിച്ച് പിന്തുടർന്ന് അങ്ങനെയൊക്കെ ആവുന്നതിന് വേണ്ടി ആഗ്രഹിക്കുക എന്നതും ആരാധനാ സ്വഭാവം തന്നെ ആയി വരികയും ചെയ്യുന്നു. കലാകാരന്മാരോടും വിദ്വാൻമാരോടും തോന്നുന്ന ആരാധനാ മനോഭാവവും അവരുടെ ചെയ്തികളെ ആസ്വദിക്കാനും അനുകരിക്കാനുമുള്ള ശ്രമവും ദൈവാരാധനയിൽ നിന്ന് ഏറെയൊന്നും ഭിന്നമായ എന്തെങ്കിലും ആവുന്നില്ല. ഉന്നത വ്യക്തിത്വങ്ങളും ദൈവസങ്കല്പവുമെല്ലാം മനസ്സുകൾ തന്നെയും മനസ്സുകളിൽ നിക്ഷിപ്തമായിരിക്കുന്ന സൂക്ഷ്മോർജവും ആയതുകൊണ്ട് നേതൃത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ലക്ഷ്യബോധത്തെ വിവേകത്തോടെ കണ്ടറിഞ്ഞ് മാത്രം സങ്കല്പം കൊണ്ട് പിന്തുടരേണ്ടത് ആയിട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാനാവുന്നു. ഇന്ത്യ മുഴുവനായി വ്യാപിച്ചു നിൽക്കുന്ന ഒരു ആരാധനാ മനോഭാവമാണ് ശ്രീരാമനോടും ഹനുമാനോടും ഒക്കെ ഉള്ളത്. ത്രേതായുഗത്തിൽ നടപ്പാക്കിയത് എന്ന് സങ്കല്പിക്കുന്ന കർമ്മധർമ്മങ്ങളിൽ പങ്കുകൊണ്ട പ്രധാന ജീവനുകളായിരുന്ന ശ്രീരാമനും ഹനുമാനും ഉൾപ്പെടെയുള്ള ശക്തിവിശേഷങ്ങളെ അവരുടെ രൂപഭാവങ്ങൾ കൊണ്ടും പ്രവർത്തന രീതികൾ കൊണ്ടും ഇന്നത്തെ മനുഷ്യന്റെ അറിവിനോളവും വൈഭവത്തോളവും എത്താത്തതും ആവശ്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും യോജിക്കാത്തതുമായ ശേഷികളായിട്ട് മാത്രമേ യഥാർത്ഥത്തിൽ കാണാനാവുകയുള്ളൂ. സങ്കല്പതരമായി ശ്രീരാമൻ യോഗ്യതയും നീതിബോധവും
അനുകരണീയ വ്യക്തിത്വവുമുള്ള ത്രേതായുഗത്തിന്റെ അധികാരി ആയിരുന്നുവെങ്കിലും യുഗധർമ്മ സങ്കല്പം അനുസരിച്ച് തന്നെ ത്രേതായുഗ നിയമങ്ങളും സംസ്കാരവും കലിയുഗത്തിന് നല്ലതല്ല എന്ന് കാണാനാവുന്നു. ധർമാനുസൃതം ആയി തന്നെ അതാത് യുഗങ്ങളിൽ സംഭവിക്കേണ്ടത് ഉള്ളതുകൊണ്ട് ശ്രീരാമനെ ആരാധിക്കുക എന്നത് ഈ കാലത്തിന് ഗുണകരമായ കാര്യമല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു.